നമസ്കാരം, ഏവർക്കും മിലു കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ പിസ്സയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ യമ്മിയായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് നമ്മുടെ ഡോ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ആ ഒരു കപ്പിൻ്റെയാണ് എടുക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഡോ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്ക് എയർ ടൈറ്റായിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. നിങ്ങൾക്കൊരു ക്ലിം ഫിലിമും കൊണ്ടോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലും കൊണ്ടോ ഒക്കെ കവർ ചെയ്ത് ഒരു 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് നമ്മുടെ പിസ്സ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ ഒരു 2 പീസ് വെളുത്തുള്ളി നടുവേ കീറിയത്, ഒരു മീഡിയം സൈസ് സവാള, ഒരു ക്യാപ്സിക്കം, പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. നമുക്ക് ഗ്യാസ് ഓണാക്കാം. ചിക്കൻ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാനാണ്. അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ വേണം നിങ്ങളിത് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഇല്ലാത്തവർ ബട്ടർ എടുക്കാവുന്നതുമാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മളിത് എപ്പോഴും തീ കുറച്ചിട്ട് വേണം നമ്മുടെ സോസ് റെഡിയാക്കാൻ. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ബേസിൽ ലീവ്സ് ഇത്രയും ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നമ്മുടെ സോസ്. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എൻ്റെ പിസ്സ സോസ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് സോഫ്റ്റ് ആയാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ കുഴച്ച് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഞങ്ങളിപ്പോൾ ഇത് 2 പിസ്സയ്ക്കുള്ള ഡോ ആണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് 2 വലിയ ബോളുകളാക്കാം. നമുക്കിനി ഇത് ഒരു ഓവൻ പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവെണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഒരു പിസ്സയ്ക്കുള്ള ഒരു ഡോ എടുത്ത് നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. നമ്മുടെ ഡോ ഇതുപോലെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫോർക്ക് എടുത്ത് ചെറുതായിട്ട് നമ്മുടെ ഡോയിൻ്റെ മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ പിസ്സയുടെ ടോപ്പിംഗ് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് നമ്മുടെ ഡോയിൻ്റെ മണ്ടയ്ക്കോട്ട് നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒനിയൻ, ടൊമാറ്റോ, ക്യാപ്സിക്കം, ഒലിവ്സ് ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താവുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ 2-3 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മോസറെല്ല ചീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ മൈക്രോവേവ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പിസ്സ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റായി. ആ ഒറിഗാനോയുടെയും ബേസിൽ ലീവ്സിൻ്റെയും ഒക്കെ നല്ല ഫ്ലേവറുണ്ട് നമ്മുടെ പിസ്സയ്ക്ക്. ഇതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.